ഹായ് ഓൾ, വെൽക്കം ടു എമിനന്റ് PSC. 2024 ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ശേഷം അടുത്ത നോട്ടിഫിക്കേഷൻ ഈ വർഷം തന്നെ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ജോബ് എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഇതിന് പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു ക്ലറിക്കൽ ജോബ് തന്നെയാണ്. ഒരു ഹെഡ് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കായിരിക്കും നമ്മൾ അപ്പോയിൻമെന്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു ജോലി, അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഏജിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക്. പിന്നീട് നമുക്കറിയാം OBC SC ST കാറ്റഗറിക്ക് അവരുടേതായ റിലാക്സേഷൻസ് ഉണ്ടാവും. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എനി ഡിഗ്രി വിത്ത് 50% മാർക്ക്, അതായത് 50% മാർക്കോട് കൂടി ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സാകണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടോ ഇല്ലയോ, ഏജ് ലിമിറ്റിലാണോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാമിൻ്റെ പാറ്റേൺ എന്നാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാമിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവായും ഡിസ്ക്രിപ്റ്റീവുമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഒബ്ജക്റ്റീവ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് പിന്നീട് ഒരു മെയിൻസ്, പിന്നീട് ഒരു ഇൻ്റർവ്യൂ, ഈ ഒരു രീതിയിലല്ല ഈ എക്സാം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരൊറ്റ സ്റ്റേജിൽ തന്നെയാണ് ഈ റിട്ടൺ എക്സാം നടക്കുന്നത്. അതായത് ഒരു സ്റ്റേജിൽ തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും എക്സാം ഉണ്ടാവും. അതായത് നമുക്ക് ആ ഒരു ചോദ്യപേപ്പറിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ചോദ്യപേപ്പറിൽ, അതായത് ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവുമായിട്ടുള്ള എക്സാമുകൾ നമുക്ക് കാണാമായിരുന്നു. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവും 60 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവുമാണ് വരുന്നത്. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ 50 മാർക്ക് ഇംഗ്ലീഷിനാണ് എന്നുള്ളതാണ്. പിന്നീട് വരുന്ന 40 മാർക്ക് ജനറൽ നോളജ്, നമ്മൾ പറയുന്ന കേരളത്തിനെയും ഇന്ത്യയും സംബന്ധിക്കുന്ന ഫാക്ട്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ് ആൻഡ് ടെക്നോളജി, IT ഇതുമൊക്കെ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് 40 മാർക്കും, മാത്സ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 10 മാർക്കും. അപ്പോൾ 50 മാർക്ക് ഇംഗ്ലീഷിൽ നിന്ന് വരുന്നു, 40 മാർക്ക് ജനറൽ നോളജ്, 10 മാർക്ക് മാത്സ്, ഇങ്ങനെ 100 മാർക്ക്. 75 മിനിറ്റ് കൊണ്ടാണ് ഈ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം നടക്കുന്ന, അല്ലെങ്കിൽ അതേ ദിവസം തന്നെ നടക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് 60 മാർക്കിനാണ്. ഈ 60 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ഒരു എസ്സേ എഴുതാനായിട്ടുണ്ടാവും. അതിനാണ് 30 മാർക്ക്. 20 മാർക്ക് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആണ്. അതായത് നിങ്ങൾക്കൊരു കോംപ്രിഹെൻഷൻ, ഒരു എസ്സേ തരും, അതിൽ നിന്ന് ആൻസറുകൾ എടുത്ത് എഴുതേണ്ട രീതിയിലുള്ളതാണ് 20 മാർക്ക്. പിന്നീടുള്ള 10 മാർക്ക് എന്ന് പറയുന്നത് പ്രിസൈർ റൈറ്റിംഗ് ആണ്. അതായത് നമ്മൾ സംഗ്രഹിക്കുക എന്ന് പറയില്ല, 3-1 ചുരുക്കി എഴുതുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 30 മാർക്കിൻ്റെ എസ്സേയും 20 മാർക്കിൻ്റെ കോംപ്രിഹെൻഷൻ ബേസ് ചെയ്തുള്ള ചോദ്യവും 10 മാർക്കിൻ്റെ പ്രിസൈയും ചേർന്ന് 60 മാർക്ക് എന്നുള്ളതാണ്. ഇതിന് ശേഷം ഇതിൽ മിനിമം മാർക്ക് ലഭിക്കുന്നവരെയാണ് പിന്നീട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. ആ ഇൻ്റർവ്യൂവിന് 10 മാർക്കാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ 10 മാർക്കും നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ 100 മാർക്കും ഡിസ്ക്രിപ്റ്റീവിൻ്റെ 60 മാർക്കും ചേർത്ത് 170 മാർക്കിലായിരിക്കും ഫൈനൽ ലിസ്റ്റ് വരിക എന്നുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിങ്ങൾ 40% മാർക്ക് സ്കോർ ചെയ്യണം. അതായത് 40 മാർക്ക്. കാരണം ശരിയായ ഒരു ചോദ്യത്തിന് 1 മാർക്കും, തെറ്റിപ്പോകുന്നതിന് 1/4 0.25 മാർക്ക് നെഗറ്റീവുമുണ്ട്. അപ്പോൾ ആ പേപ്പറിൽ 40 മാർക്ക് മിനിമം സ്കോർ ചെയ്യണം. അങ്ങനെ മിനിമം സ്കോർ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആൻസർ അവർ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മുടെ ഒബ്ജക്റ്റീവ് ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അതിൽ മിനിമം 40 മാർക്ക് നേടണം. ആ 40 മാർക്ക് നേടിയവരുടെ ഒബ്ജക്റ്റീവ് ചെക്ക് ചെയ്യും. അതിനുശേഷം ഈ പറയുന്ന ഒബ്ജക്റ്റീവിൻ്റെയും അതുപോലെ ഡിസ്ക്രിപ്റ്റീവിൻ്റെയും മാർക്കുകൾ തമ്മിൽ ആഡ് ചെയ്തു. അവിടെ മിനിമം 35% മാർക്കുള്ളവരെയാണ് ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുക. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40 മാർക്ക് ഏതിലും നമുക്ക് നേടാനായിട്ട് കഴിയണം, ഒബ്ജക്റ്റീവിൽ നേടാനായിട്ട്. പിന്നീട് ഒബ്ജക്റ്റീവിൻ്റെയും ഡിസ്ക്രിപ്റ്റീവിൻ്റെയും മാർക്കുകൾ കൂട്ടിച്ചേർത്തതിന് ശേഷം കിട്ടുന്ന മാർക്കിൻ്റെ 35%. അപ്പോൾ അത്രയും മാർക്ക് നേടുന്നവരെയാണ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. പിന്നീട് ഈ 3ൻ്റെയും മാർക്കുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തിലേക്ക് വരുന്നതായിട്ട് കാണാം, ഫൈനൽ ഇതിലേക്ക് വരുന്നതായിട്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നമ്മൾ വിചാരിക്കും 60 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൻ്റെ വളരെ വലിയൊരു സ്ട്രെങ്ത് ഡിസ്ക്രിപ്റ്റീവ് വേണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഭീകരമായ ഒരു റൈറ്റിംഗ് സ്കില്ലൊന്നും ആവശ്യമില്ല. കാരണം നമുക്ക് ഒബ്ജക്റ്റീവിൽ കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഡിസ്ക്രിപ്റ്റീവിൽ അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഒബ്ജക്റ്റീവ് അല്പം കുറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അത് നല്ല രീതിയിൽ സ്ട്രോങ് ആക്കി ആൻസർ ചെയ്താൽ ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും വെയിറ്റേജ് ഉള്ളത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിന് നല്ല വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പഠിക്കണം. അപ്പോൾ കൃത്യമായ പ്രിപ്പറേഷനിലൂടെ കൃത്യമായി പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കണം, അത് ആൻസർ എഴുതാൻ പഠിക്കണം, ഒബ്ജക്റ്റീവിലൂടെ പഠിക്കണം, അതോടൊപ്പം തന്നെ ജനറൽ നോളജും മാത്സും പഠിക്കണം. ഇത് പഠിക്കുന്നതിനോടൊപ്പം കൃത്യമായ വർക്കൗട്ടുകളും ടെസ്റ്റുകളിലൂടെയും ഒക്കെ നിങ്ങൾ സെൽഫായി ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് ഇവാലുവേറ്റ് ചെയ്ത് ടെസ്റ്റുകളും
പഠനവുമായി കൃത്യമായ സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് പോയാൽ ഇത് നേടാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനായിട്ട് എമിനൻ PSCയുടെ ബാച്ചുകൾ ഉടനെ ആരംഭിക്കുകയാണ്. ഇതിൽ തന്നെ എൻ്റയർ സിലബസ് കവർ ചെയ്യുന്ന ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം മെച്ചപ്പെട്ടു എന്ന് മനസ്സിലാകാനായിട്ടുള്ള ടെസ്റ്റുകളും കൃത്യമായ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഈ ക്ലാസ്സസിൻ്റെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിക്കുന്നതാണ്. അങ്ങനെ വളരെ കോംപ്രിഹെൻസീവായി ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന പുതിയൊരു ബാച്ച് ഉടൻ ആരംഭിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.